മസ്കറ്റിലോട്ടുള്ള യാത്രയിലാണ്. ഈദ് ഹോളിഡേയ്സ് ഒക്കെ പ്രമാണിച്ച് 5 ദിവസം ലീവ് ഉണ്ട്. അത് ആഘോഷിക്കാൻ വേണ്ടി കുടുംബത്തോടൊപ്പം മസ്കറ്റിലോട്ട്. അടുത്ത രാജ്യവും ഡ്രൈവ് ചെയ്ത് പോകാൻ ഇഷ്ടമുള്ളതായ ഒരു രാജ്യമാണ്. നമുക്കൊരു 4 മണിക്കൂർ 5 മണിക്കൂർ കൊണ്ട് നമുക്ക് സുഖമായി മസ്കറ്റിലോടെത്താം. ബോർഡറിൻ്റെ റഷ് അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. ഇമിഗ്രേഷൻ തിരക്കാണ്, കുറച്ച് സമയം കൂടുതലെടുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴെന്തായാലും നമ്മൾ ഓൾറെഡി 6:30 ഇറങ്ങിയത് വൈകുന്നേരം. എന്തായാലും നമ്മളൊരു 10 മണിയാകുമ്പോഴേക്ക് മസ്കറ്റിലേക്ക് റീച്ച് ആവുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഹത്തയിലുള്ള UAE ഒമാൻ ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള കുറച്ച് ലിമിറ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എമിഗ്രേഷനും കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ UAEൻ്റെ വിസ എക്സിറ്റ് ചെയ്തു. അതിന് ഒരാൾക്ക് 35 ദിർഹംസ് വെച്ചാണ് UAE ചാർജ് ചെയ്യുന്നത്. പിന്നെ ഒരു സന്തോഷ വാർത്ത എന്നുള്ളത്, ഒമാൻ വിസ ഇന്ത്യക്കാർക്ക്, UAE റെസിഡൻസ് ഉള്ള ഇന്ത്യക്കാർക്ക് തികച്ചും ഫ്രീ ആണ്. അത് വലിയൊരു കാര്യമാണ്. പക്ഷേ UAEയിൽ ഒരു എക്സിറ്റ് ഫീ 35 ദിർഹംസ് ഈച്ച് പേഴ്സൺ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ എക്സിറ്റ് അടിച്ച ശേഷം നമ്മൾ ഒമാൻ വിസ എടുക്കാൻ വേണ്ടിയിട്ട് 1 കിലോമീറ്ററോളം സഞ്ചരിക്കണം. ഇതിൽ കൂടി അവിടുന്ന് പെട്ടെന്ന് നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് തരും. അതുകൂടാതെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നമ്മൾ വണ്ടി ഇൻഷുറൻസ്, ഒമാൻ ഇൻഷുറൻസ് എടുക്കേണ്ടതാണ്. അതിന് 5 ദിവസത്തേക്ക് 105 ദിർഹംസും 10 ദിവസത്തേക്ക് 150 ദിർഹംസുമാണ് അവിടുന്ന് ചാർജ് ചെയ്യുന്നത് ഒമാൻ ഇൻഷുറൻസിന്. ഇനി എക്സ്പ്രസ് ഹൈവേയിലൂടെ ഒരു 300 കിലോമീറ്റർ നമ്മൾ മസ്കറ്റിലോട്ട് യാത്ര ചെയ്യണം. രാത്രി ലൈറ്റൊന്നുമില്ല, നമ്മളെ ഹെഡ് ലൈറ്റ് മാത്രമാണ്. അതുകൂടാതെ വണ്ടികളും വളരെ കുറവാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് രാത്രി പോകുന്നവർ പ്രത്യേകിച്ച്, പെട്രോൾ പമ്പൊക്കെ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് പോകുന്നതാണ് സേഫ്. ഞങ്ങൾ മസ്കറ്റിലെത്തിയ ശേഷം നെക്സ്റ്റ് ഡേ ആദ്യം തന്നെ സുൽത്താൻ്റെ പാലസിലോട്ടാണ് പോയത്. ഒമാൻ സുൽത്താൻ്റെ കൊട്ടാരമാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഇതിൻ്റെ അകത്തൊക്കെ കുറച്ച് കറങ്ങി. ഇവിടെയാണ് നമ്മൾ നരേന്ദ്രമോദിയൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്താണ് പോലെ മീറ്റിംഗ് കോൺഫറൻസ് ഒക്കെ ഉണ്ടായത്. പിന്നെ അതിൻ്റെ അടുത്തുള്ള ചെറിയൊരു സൈഡ് സീനിങ് വ്യൂ പോയിൻ്റാണിത്. ഇവിടെ നമുക്ക് ഡോൾഫിൻ ഷോ, വെയിൽ ഷോ എല്ലാം കാണാൻ പോകാൻ അവസരമുണ്ട്. ബ്ലൂ വെയിലും ഒക്കെ കാണാൻ പോകാൻ ഉണ്ട്. ഒരു ഒമാൻ ട്രിപ്പിന് ഒരു തെളിവാണ്. അവിടെ ഞങ്ങളൊരു റിസോർട്ടിൽ താമസിച്ചെടുക്കുന്നിടത്താണിത്. ചെറിയൊരു പാട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് എൻജോയ് ചെയ്തു. മോഹശകലം പീലി ചിറകൊടിഞ്ഞ ശലഭം, നിന്റെ മോഹശകലം പീലി ചിറകൊടിഞ്ഞ ശലഭം, മനസ്സിൽ മെനഞ്ഞ മഴവില്ലുമായ്ക്കു വരുമാവും കണ്ണീർ മുകിലായി ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോഹം, തളരും തനുവോടെ ഇടറും മനമോടെ ഇടവാങ്ങും. പാട്ടും ഡാൻസൊക്കെ ആയി കുറച്ച് എൻജോയ് ചെയ്തു. ഞങ്ങൾ താമസിച്ച റിസോർട്ടാണിത്. അതിനുശേഷം നമ്മൾ ഒമാൻ്റെ കുറേ ഭാഗങ്ങളിൽ കറങ്ങാൻ പോയിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതിൽ ജസ്റ്റ് ഞാൻ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ ഭംഗിയുള്ള വീഡിയോകൾ ഉടൻ തന്നെ വരുന്നതാണ്. വെയിറ്റ് ആൻഡ് സീ. എന്തായാലും ഇനി തിരിച്ചു പോകുന്ന യാത്രയുടെ കുറച്ച് വിവരണങ്ങളാവാം. ഞങ്ങൾ വീണ്ടും എക്സ്പ്രസ് ഹൈവേയിൽ മസ്കറ്റ് ടു ദുബായ് യാത്ര തുടങ്ങി. ഒരു തിരക്കുമില്ല, ഒഴിഞ്ഞ റോഡ്. എത്ര സ്പീഡിൽ വേണമെങ്കിലും നമുക്ക് പോവാം. ഒന്ന് പരീക്ഷിക്കേണ്ടവർക്ക് പരീക്ഷിക്കാം. പക്ഷേ ക്യാമറകളുണ്ട്. സ്വന്തം റിസ്ക് വെച്ചാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ UAE ഒമാൻ ബോർഡറിലെത്തിക്കഴിഞ്ഞു.
ഒമാനോട് ടാറ്റ പറയാൻ സമയമായി. ഒമാൻ്റെ ഒരു പ്രത്യേകതയാണിത്. എവിടെ തിരിഞ്ഞാലും മലകളില്ലാത്തൊരു സ്ഥലം കാണാൻ പറ്റില്ല. അത് ബീച്ചാവട്ടെ, വീട്ടിൻ്റെ സൈഡാവട്ടെ, എവിടെ പോയാലും മലകൾ അവിടെ കാണാം. നമ്മൾ ഒമാൻ വിസ എക്സിറ്റ് അടിക്കാനുള്ള ക്യൂവിലാണ്. നമ്മൾ പുറത്തിറങ്ങേണ്ട കാര്യമില്ല. അതിനുശേഷം നേരെ UAE എംബസിയിലോട്ട് കയറുകയാണ്. വെൽക്കം ടു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബോർഡ് കാണും. അവിടെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത് തരും. നമ്മൾക്ക് ഓൾറെഡി UAE റെസിഡൻസ് ഉള്ളത് കാരണം അവിടെ അധികം സമയം വേണ്ടി വരില്ല. മനോഹരമായ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു ഒമാൻ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഷാർജയിലോട്ട് എത്തി. ഷാർജയിൽ ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു 5 മിനിറ്റ് പോലും വേണ്ട. നമ്മൾ ടോട്ടൽ മസ്കറ്റിൽ നിന്ന് ഞാൻ താമസിച്ച സ്ഥലത്തുനിന്ന് ഇവിടെ എത്തുമ്പോൾ 470 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞു. 4 മണിക്കൂറോളം നമ്മളിതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഈ 4 മണിക്കൂറിൽ ഒരു 35 മിനിറ്റ് ഞങ്ങൾ ബോർഡറിൽ എമിഗ്രേഷനും മറ്റുമായി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് എത്തിയെന്ന് പറയാം. താങ്ക്സ് മെർസിഡസ് ബെൻസിന് നന്ദി പറഞ്ഞേ മതിയാവും. കാരണം ഈ 470 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നുള്ളത് മീറ്റർ നോക്കിയാലല്ലാതെ നമ്മൾക്ക് യാതൊരു യാത്രാക്ഷീണവും ഇല്ല. അത്രയും കംഫർട്ട് യാത്രയാണ്. ഞങ്ങൾ തിരിച്ച് പാർക്കിങ്ങിലോട്ട് എത്തിയിരിക്കുന്നു. പാർക്ക് ചെയ്ത് വളരെ സുന്ദരമായ ഒരു യാത്രയായിരുന്നു ഞങ്ങളുടെ ഒമാൻ ട്രിപ്പ്. എന്തായാലും അടുത്ത ലീവ് അത് വലിയ പെരുന്നാളായിരിക്കും. ഞങ്ങളുടെ മസ്ദ CX-9 പ്ലാൻ ചെയ്യുന്നത്. എന്തായിട്ടും ആ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ്.